17ാമത് തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം നാളെ തുടങ്ങും. MLA മാർ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, വിശ്വാസ വോട്ടെടുപ്പുണ്ട്, 120 എന്നുള്ള സംഖ്യയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് സഭ നാളെ ചേരുമ്പോൾ മറ്റെന്തൊക്കെ പ്രതീക്ഷിക്കണം, എന്തൊക്കെ വെല്ലുവിളികളാണ് ഉണ്ടാവുക പുതിയ സർക്കാർ അധികാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ? 17ാമത് തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനം നാളെ രാവിലെ 9:30 ആരംഭിക്കുക. MLA മാരായി ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. MLA മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ സർട്ടിഫിക്കറ്റുമായി എത്തണം എന്ന അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ആദ്യം ഈ ചടങ്ങ് പൂർത്തിയാക്കും. അതിനുശേഷം സ്പീക്കറെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തും. വിശ്വാസ വോട്ടെടുപ്പ് നടത്തുമ്പോൾ 120 എന്ന സംഖ്യയാണ് ഇപ്പോൾ TVKക്ക് ഉള്ളത്. 120 പേരുടെ പിന്തുണ, 117 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത്. അപ്പോൾ നിലവിലുള്ള MLA മാരെ ഉറപ്പിച്ചു നിർത്തുക എന്ന ഒരു ചടങ്ങ് കൂടി, അല്ലെങ്കിൽ ഒരു കടമ്പ കൂടി കടക്കാനുണ്ട്. അതിനു വേണ്ട ശ്രമങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും MLA കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ പണം കൊടുത്ത് കൊണ്ടുപോകാനോ ഒക്കെ ഉള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം ആ കടമ്പ മറികടക്കാൻ. മെയ് 13 മുൻപ് സഭയിൽ വിശ്വാസ വോട്ട് രേഖപ്പെടുത്തണം, അത് വിശ്വാസം നേടിയെടുക്കണമെന്നാണ് ഗവർണർ വിജയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഇതിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടനെ തന്നെ വിശ്വാസ വോട്ടെടുപ്പിൻ്റെ കടമ്പയിലേക്ക് കൂടി സർക്കാർ കടക്കും. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് വിജയ് കൈക്കൊണ്ടത്. ഇനിയും നേരത്തെ നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്, അതൊക്കെ പാലിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി പോകേണ്ടതുണ്ട്. അതുതന്നെയാണ് വിജയ്ക്ക് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ശരി.